നമസ്കാരം. കഴിഞ്ഞ ദിവസം പട്ടിമറ്റം ബൗക്കോയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പൈസ കൊടുക്കാതെ മദ്യക്കുപ്പിയെടുത്ത് ഓടുന്ന രംഗം എല്ലാവരും കണ്ടിരുന്നു. അദ്ദേഹത്തെ അവിടുത്തെ ജീവനക്കാർ പിടികൂടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. AR ക്യാമ്പിലെ ഡ്രൈവർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തെ പോലീസ് പിടികൂടുകയും ശേഷം മാധ്യമങ്ങളിൽ വന്ന വാർത്തയും അതിൻ്റെ ചൂട് പിടിച്ചു വന്ന ചില കമൻറ്റുകളും ഒക്കെ കണ്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി. അതായത് ഇപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥന് പ്രമോഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ തന്നെ രംഗത്തേക്ക് വരും എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ രക്ഷിക്കും, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു തിയറി എന്ന രീതിയിലൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടത്. എന്നാൽ മാധ്യമങ്ങളൊക്കെ ഈ മദ്യക്കുപ്പി എടുത്ത് ഓടുന്ന ഈ പോലീസുകാരൻ്റെ വീഡിയോയും ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടു. എന്നാൽ പുറത്തുവിടാത്ത ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിനെ കടന്നാക്രമിക്കാൻ, പോലീസുകാരെ മൊത്തം അത്തരക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുന്നത്തനാട് പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടി അദ്ദേഹത്തിനെതിരെ അതിശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ആ FIR ഇട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പല രീതിയിലുള്ള മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടും പല രീതിയിലുള്ള വധഭീഷണി മുഴക്കിക്കൊണ്ടുമൊക്കെ അദ്ദേഹം വാഹനത്തിൽ കിടന്ന് അഴിഞ്ഞാടുന്നുണ്ട്. അപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരോട് യാതൊരു രീതിയിലുള്ള ഒരു ഇളവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അത് ആര് തെറ്റ് ചെയ്താലും, നാളെ SI ചെയ്താലും CI ചെയ്താലും DYSP ചെയ്താലും ഞങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കുകയുള്ളൂ എന്ന് ഈ പോലീസുകാർ കാണിച്ചു തരുന്നുണ്ട്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് അത്രയൊന്നും മോശമല്ല എന്നുകൂടി ഈ പോലീസുകാരിലൂടെ നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ആ മദ്യലഹരിയിൽ അവിടെ നിന്ന് കുപ്പിയെടുത്ത് ഓടിയ ആ പോലീസുകാരൻ കിടന്ന് കാണിക്കുന്ന ആ പ്രകടനങ്ങൾ നമ്മൾക്ക് കാണാം. ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് ആ പോലീസുകാർ ഇയാളുടെ അടുത്ത് പറയുന്ന പല പ്രതികരണവും നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ മാന്യമായ പോലീസുകാർ ആ വാഹനത്തിൽ ഇരുന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇദ്ദേഹം അസഭ്യവർഷം ചുരിയുമ്പോഴും അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഇവർ നിയമപരമായി പൂട്ടുന്നത് എന്നും കൂടി നമുക്ക് കാണാം. എന്തായാലും പോലീസുകാരിൽ തന്നെ ഇത്തരം ഒരുപാട് ആളുകളുണ്ടെന്ന്, അതിനെക്കുറിച്ചാണ്, പുഴുക്കുത്തുകളെ കുറിച്ചാണ് PV അൻവർ പറഞ്ഞത്. അത്തരം പുഴുക്കുത്തുകളെ ഏത് രീതിയിലാണ് നമ്മൾ പ്രതിരോധിക്കുക എന്നുകൂടി ഈ ഒരു ചെറിയ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുജിത് ദാസിനെതിരെ നടപടി സ്വീകരിച്ചു, നമുക്കറിയാമല്ലോ. ശശിധരനെതിരെ നടപടി സ്വീകരിച്ചു, നമുക്കറിയാമല്ലോ. അങ്ങനെ എത്ര ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം തെറ്റ് ചെയ്യുന്ന ഒരാളെയും പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാമല്ലോ, 113 മുകളിൽ ആളുകൾ ഇതിനോടകം തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് സേനയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്വഭാവമുള്ള അല്ലെങ്കിൽ സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്ന ആളുകളെയൊക്കെ എടുത്തു കളയാൻ യാതൊരു മടിയുമില്ലാത്തൊരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 1-2 ആളുകൾ ചെയ്ത തെറ്റിന് ഈ പോലീസിനെ മുഴുവൻ വിമർശിക്കേണ്ട, അല്ലെങ്കിൽ പോലീസിനെ നമ്മൾ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അസഭ്യവർഷങ്ങൾ അല്ലെങ്കിൽ മോശം പരാമർശങ്ങൾ, മോശം കമൻറ്റുകൾ ഇടേണ്ട കാര്യമില്ല. നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പ്രതീക്ഷയോടുകൂടി നമ്മൾ ഓടിച്ചെല്ലുന്ന ഒരിടം അത് പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു തെറ്റായ സന്ദേശം നമ്മുടെ നാട്ടിൽ പരക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നന്നാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പോലീസുകാരും നല്ലതാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പോലീസുകാരെ തന്നെ നിരവധി ആളുകൾ ഈ സേനയ്ക്ക് അപമാനമായിട്ട് ഒത്തിരി പുഴുക്കുത്തുകളുണ്ട് എന്ന കാര്യത്തിലും എനിക്കൊരു തർക്കമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തന്നെ ഡ്യൂട്ടി നന്നായി ചെയ്യുന്ന, തനിക്ക് എന്താണ് ഈ സൊസൈറ്റിയിൽ ചെയ്യാനുള്ളത്, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ സൊസൈറ്റിയോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ്സ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഭൂരിഭാഗം അത്തരത്തിലുള്ള ആളുകളാണ് പോലീസ് സേനയിലുള്ളത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മാധ്യമങ്ങൾ അല്ലെങ്കിൽ വൺ സൈഡ് വെച്ചാണല്ലോ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാറുള്ളത്. ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയും നിരന്തരം കടന്നാക്രമിക്കുക എന്നതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ കണ്ട ദൃശ്യവും അതുപോലെ തന്നെ കാണാത്ത ദൃശ്യവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആർക്ക് അയച്ചു കൊടുക്കണം? വിജയ് സാറിനോ അല്ലെങ്കിൽ പിന്നെ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? നീ മര്യാദ സംസാരിക്കടാ. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിനക്ക് മര്യാദ സംസാരിക്കാൻ അമ്മക്ക് അയച്ചു കൊടുക്കണം. ഒരു പോലീസുകാരന്റെ വീട് ഒരു പോലീസുകാരനെ ഇടിച്ചു. നിന്നോട് മര്യാദ വണ്ടി കയറാൻ പറഞ്ഞില്ലടാ. നീ അവിടെ നിനക്ക് പരാതി ഉണ്ടടാ. മര്യാദ ആ ഡോർ നീ വരാൻ പറ്റില്ല. ഡോർ തുറക്കേണ്ട കാര്യമായിരിക്കില്ല. നിങ്ങൾ വന്നപ്പോ തന്നെ അറിഞ്ഞു നിങ്ങളാ വന്നത്. നീ എന്തിനാണ് എന്റെ അമ്മക്ക് വിളിച്ചത്? നീ ഇപ്പൊ എന്റെ അമ്മക്ക് വിളിച്ചതിനാ? നിന്റെ അപ്പന് വിളിക്കൂല.
നിന്റെ അമ്മക്കെ വിളിക്കും, അപ്പനെ വിളിക്കും. നീ എന്തിനാടാ എടാ കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യമില്ല, നീ എന്നെ കേട്ടേണ്ട കാര്യമില്ല. നിനക്ക് പരാതി ഉണ്ടോ? അതാണ് കേട്ടത്. പരാതി മുതുകൊത്തോട്ട് ഒരു ഇടി, 3-4 ഇടി. എടാ നിനക്ക് പരാതി ഉണ്ടോ? ക്യാമറ ഉണ്ട്, നീ പേടിക്കണ്ട. ക്യാമറ ഉണ്ട്, വീട് ക്യാമറ ഉണ്ട്, അതൊന്നും നീ പേടിക്കണ്ട. നീ ക്യാമറ എടുത്തോടാ. നിനക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടാ? എനിക്കെതിരെ അതുകൊണ്ടാണ് മനസ്സിലായില്ലേ? നിനക്ക് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജയിലിൽ പോവോ? അതുകൊണ്ടാ മനസ്സിലായില്ല. അപ്പൊ നീ വിളിച്ചു. എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടം. എനിക്കൊരു ജയിലിൽ പോകാനാണ് എനിക്ക് താല്പര്യം. നിനക്ക് ജയിലിൽ പോകണ താല്പര്യം നീ പോയിക്കോ. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ പറയണ പോലെ കേൾക്കേണ്ടി വരും. നിന്റെ വീട്ടിൽ അടുത്ത ദിവസം ഞാൻ വരും. എന്റെ വീട്ടിൽ വന്ന് നീ ചെയ്യുക. നിന്നെ ഇതുപോലെ പിടിക്കും, എടുക്കും. എടുത്തോ, നീ പിടിച്ചോ, എടുത്തോ. ചെല്ലക്കോട്ടെ റൈഫിളാ. എന്നാടാ എടാ ഇന്നടാ എന്നാടാ നീ എന്നെ ഈ വീഡിയോ പിടിക്കുന്നത് എന്തോ ശ്രമിച്ചില്ല. Transaction via normal 100 and 40 rupees has been completed successfully. Transaction via normal 100 and 40 rupees has been completed successfully. Transaction via normal 1,100 and 90 rupees has been completed successfully.
transaction of INR 800 and 60 rupees has been completed successfully. ഞാൻ വണ്ടി പറഞ്ഞിട്ടാണ് എനിക്ക് നാളെ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണം. കാര്യം കുഴപ്പമില്ല, ഞാൻ ആരെങ്കിലും വണ്ടി സെറ്റ് ചെയ്തോ.